നമ്മുടെ ഇന്നത്തെ കസ്റ്റമർ എന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്നാണ്. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് കണ്ടീഷൻ നോക്കാം. ചട പിടിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല അല്ലേ? ഫുള്ള് ചടയാടാ. പേനാടാ ഫുള്ള്. എങ്ങനെയാണെന്ന് വെച്ചാലേ നമ്മൾ തൊടുമ്പോൾ ഒരു കുന്ന് കണക്കിന് പേന വരുന്നുണ്ട് കേട്ടോ. നീ എങ്ങനെ സഹിക്കുന്നത്? ചൊറിച്ചിലുണ്ടോ? ഭയങ്കര ചൊറിച്ചില്. എങ്ങനെയാ ചൊറിയാതെ കടന്നു കഴിഞ്ഞാല് രാവിലെ വരെ ചൊറിച്ചില. കുഞ്ഞു അങ്ങനെ ഫാമിലി എല്ലാവർക്കും ഉണ്ടോ അതോ? ഇല്ല ഇല്ല. ഇത് എത്രയായി വന്നിട്ട്? കുറേയായി. പിന്നെ മരുന്ന് തേക്കും. മരുന്ന് തേച്ചിട്ടൊന്നും കാര്യമില്ല. തലയിൽ പൊട്ടിയിടാ കേട്ടോ. ഉള്ളുണ്ട് മുടിക്ക് നല്ല. പിന്നെ ഫുള്ള് ഡാൻഡ്രഫ് മൊത്തം. മുടിയിൽ മതി. മുടി ഫുള്ള് വേണം കണ്ടോ. സ്മെല്ലും വന്നല്ലേ. ഇത് കുറേ എന്ന് വെച്ചാൽ ഏകദേശം എത്രയാക്കണം? ഒരു കൊല്ലത്തിന് മേലെയാ? ഇത് ആദ്യം ഉണ്ട്. പിന്നെ എന്നിട്ട് പേൻ പോകുന്ന ആ മരുന്ന് തേച്ചിട്ട് ഫുള്ള് പോവും. പേൻ പോകും. പേന് പോവും. ആദ്യേ ഉണ്ട്. അത് പോയാലല്ലേ മൊത്തത്തിൽ അത് പോകത്തുള്ളൂ. പിന്നെ ഇങ്ങനെ തന്നെ വരും അല്ലേ? കാരണം അത് പോകുന്നില്ലല്ലോടാ. എല്ലാവരും എൻ്റെ കമൻറ്റിലായാലും വന്ന് പറയുന്നത് ഐവരെ ഷാമ്പു തേച്ചാൽ മതി പേൻ പോകും. പേൻ മാത്രമേ പോകത്തുള്ളൂ. അതിന് സൊല്യൂഷൻ അല്ല അത്. പിന്നെ അപ്പോഴത്തെ ഒരു താൽക്കാലിക സൊല്യൂഷൻ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതാണ് തേക്കല്. അപ്പോൾ പിന്നെ ഒരു മാസം വരെ പേനൊന്നും ഇല്ലാണ്ട് നിൽക്കും. പിന്നെയും വരും. ചോര വരുന്നല്ലോടാ. ഒരേ ഇപ്പം ചൊറിച്ചല്. ഇപ്പൊ ഒരു മാസമായിട്ട് ഭയങ്കര ചൊറിച്ചല്. ചോര വരുന്നു. തല പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നീ ചൊറിഞ്ഞ് പൊട്ടിക്ക. നമ്മൾ ഒരെണ്ണം ഇങ്ങനെ ആക്കത്തില്ലേ, അപ്പൊ തന്നെ വരുന്നത് എത്രയാണെന്നറിയാവോ? ഇത് നോക്കി. ഒരു പേനിന്റെ സൈസ് കണ്ടോ നിങ്ങൾ? ഈ ജാതി സൈസുള്ള സാധനങ്ങളാണ് അതിൻ്റെ തലയിലുള്ളത്. കണ്ടാ? ഗുണ്ടുമണികളാണ് മൊത്തം. അതിൻ്റെ ചോര ഊറ്റി കുടിച്ച് ഗുണ്ടുമണികളായി. കണ്ടോ ഓട്ടം? കണ്ട പെടപ്പ്? കണ്ട അതിൻ്റെ പെടപ്പ്? ഓക്കെ. ഇത്ര സൈസുള്ള സാധനമാണ് തല മുഴുവനുള്ളത്. കൊടുക്കണ്ടേ? മറ്റേ മൈക്രോസ്കോപ്പ് എടുത്തായിരുന്നെങ്കിൽ ഇതിന്റെ കാലും കയ്യും. ഇതിന്റെ ഇത് ഫുള്ളായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഭീകര രൂപം കണ്ടോ? ഇത്രയും സൈസുള്ള സാധനമാണ്. ഇവർ പറക്കി എൻ്റെ കയ്യിലോട്ട് ഓടുന്നുണ്ട്. മതി തോളം ഉണ്ടെന്ന് കണ്ട. അത് ഒഴുകു കണ്ടോ? കടി പിടി അടി കണ്ട. ഇത്രയും ഉണ്ട് സാധനം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആക്ച്വലായിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. തലയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടല്ലോ, സംതൃപ്തിയായല്ലോ. സ്ക്രോൾ ചെയ്യണ്ട, അവിടെ നിൽക്കി പോരാ. ആക്ച്വലി കണ്ടോ, ഇതാണ് തലയുടെ അവസ്ഥ. കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് ഇപ്പൊ കാണിച്ചു തരാവേ. ഇതാ നോക്കൂ, കണ്ടോ? ഇതാണ് തലയുടെ അവസ്ഥ. ഇരിക്കുന്നു.
തോന്നുന്നു പിടിക്കവനെ എന്നെയാ ഇന്നാ അടുത്ത വെള്ളിയാഴ്ചയോട്ട്. എനിക്ക് എന്ത് രസമുണ്ട് കാണാനല്ലേ, നല്ല ഭംഗിയുണ്ട്. നല്ല പൊട്ടി റീൽസ് എടുക്കുന്നു. എന്തുവാ ഇവിടെ നടക്കുന്നേ? ഞങ്ങള് മൊത്തം വരച്ച് വെക്കും കേട്ടാ. പാത്തിരിക്കുന്നു രണ്ടും കൂടെ. എന്തുവാ ഇവിടെ? അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മള് കടന്നു കയറി. നല്ല മുടി പൊഴിച്ചിലുണ്ടല്ലേ. ഫുഡ് വീഴുവാണല്ലോ. എന്താ സ്കാലപ്പെല്ലാം പൊട്ടി. ഇതാന്നാണ് നമുക്ക് ഒരാൾ ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഒളിച്ചിരിക്കുന്ന ഒരുത്തൻ. കണ്ടോ 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 കണ്ടോ. ഇതെന്ന് വെച്ചാലേ ഭയങ്കര ഓയിലിയാണ് കേട്ടോ നിൻ്റെ ഇത്. ഭയങ്കര എന്ന് വെച്ചാൽ അങ്ങനെ അതാണ്ട് പോകുന്നു മോനെ. ഏതാ സാധനം, വെടിക്കെട്ട് സാധനം. നമ്മളിപ്പം പോകുന്നത് ആമസോൺ കാടുകളിലൂടെയാണ്. ഇതിലെ വന്യജീവികളെ ഞാൻ കാണിച്ചു തരാം. എന്താ ഒരുത്തനവിടെ ഒളിച്ചിരിക്കുന്നു. ഭയങ്കര ദയനീയ അവസ്ഥയാണ് കേട്ടോ തലയുടെ എന്ന് വെച്ചാൽ. രക്ഷയില്ല. അയ്യോ എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. നോക്കിയ ഹാഷ് കളർ അതിന്. എന്താണ് അയ്യോ നോക്കി. ഒരു അവിടെ അയൽക്കൂട്ടം നടക്കുവാന്ന് തോന്നുന്നു പേരിൻ്റെ. ആണേ ഏതാണ്ട് കുടുംബശ്രീ യോഗമാണെന്ന് തോന്നുന്നു. നോക്കിയ ഇഷ്ടം പോലെ ഉണ്ട്. കൊതിഞ്ഞോണേം പറയാം അവിടെ ഇരുന്നു. അങ്ങോട്ട് വരുന്നു. അംഗൻവാടി വിട്ടതാ, നമുക്ക് തെറ്റിപ്പോയതാ. എൻ്റെ മോനെ തലയെല്ലാം പൊട്ടി ചോര വരുന്നുണ്ട് കേട്ടോടാ. ഫേമസ് ആണ് നിങ്ങളാ. അപ്പോൾ നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്ന കസ്റ്റമറെ തല കണ്ടല്ലോ. ദയനീയമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥ. എൻ്റെ ഗ്ലൗസിൻ്റെ കളർ കണ്ടോ എന്ന് വെച്ചാൽ നല്ലോണം ഈര്, നല്ലോണം പേന്, നല്ലോണം താരന ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ കുട്ടിയുടെ മുടിയെന്ന് വെച്ചാൽ നല്ല ഉള്ളുള്ള മുടിയാണ് കേട്ടോ. അതുകൊണ്ടൊന്നും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന നിങ്ങൾ തന്നെ നോക്കി. ഇത്രയും മുടി അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് തല നിറച്ചുള്ളത്. അപ്പോൾ നമുക്കെന്തായാലും ഇത് ക്ലീൻ ചെയ്ത് വിടണ്ടേ. കാരണം എന്ന് വെച്ചാൽ അങ്ങോന്ന് ഇങ്ങ് വരെ നമ്മളെ തേടി വന്നതാണ് അല്ലേ, നമ്മളെ വിശ്വസിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ക്ലിയർ ചെയ്തിട്ട് കാണാം. ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അടുത്ത കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അവരെയും കൂടെ വിളിച്ചിട്ട് അവരുടെ തലയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടുത്ത കസ്റ്റമർ എന്ന് വെച്ചാൽ നമ്മുടെ തലസ്ഥാനത്ത് നിന്നാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്. ഒരു കുഞ്ഞു കുട്ടിയാണ്. നമുക്ക് തലയുടെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് കാണാം. എവിടെ എൻ്റെ തേരിക്കോം? ആഹാ, ഇത് കാണാൻ പറ്റത്തില്ല. ചടയും ഇതെങ്ങനെ എടുക്കും? എൻ്റെ മോനേതാ. എന്ത് വാവ മുടി കെട്ടിക്കത്തില്ല നീ? വാവച്ചി